ഹലോ, അസ്സാം വലൈക്കും. ഞാൻ ഇന്നൊരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുക്കർ ചിക്കനാണ് നമ്മുടെ ഐറ്റം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. അതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി മല്ലിയില, ഒരു ഹാഫ് സവാള, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഒരു ഹാഫ് തക്കാളിയും ഒരു പച്ചമുളകും ചേർത്ത് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.25 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/4 ടീസ്പൂൺ ഗരം മസാലയും, 1 ടീസ്പൂൺ വിനാഗിരിയും, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ്റെ എല്ലാ പോർഷനിലും എത്തുന്ന രീതിയിൽ നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം പേസ്റ്റ് തേച്ച് കൊടുക്കുക. അപ്പോൾ അതിൽ ചിക്കനെ നമ്മൾ വരഞ്ഞു കൊടുത്ത പോർഷനിലും അതേപോലെ ചിക്കൻ്റെ ഹോള് വരുന്ന ഭാഗത്തൊക്കെ നല്ലോണം കൈ വെച്ച് തിരുമ്മിയിട്ട് വേണം നമ്മൾ പേസ്റ്റ് ആക്കി കൊടുക്കാൻ. പിന്നെ ഞാനതിൻ്റെ ലെഗ് രണ്ടും ഞാൻ കുക്കറിലാണ് ഇതിനെ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ലെഗ് തമ്മിൽ വിട്ടു പോകാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു നൂല് വെച്ചിട്ട് കാലുകൾ തമ്മിൽ നല്ലോണം ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം ഒരു 2 അവറാണ് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ തലേ ദിവസം മസാല തേച്ച് പിറ്റേന്ന് രാവിലെ കുക്ക് ചെയ്യുന്ന രീതിയിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും ഇതിൻ്റെ ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക. അപ്പം മിനിമം നമ്മളൊരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു കുക്കർ സ്റ്റൗവിൽ വെക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ ചിക്കന് കുറച്ച് വലിയ സൈസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് ഓയിൽ യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് അതിലേക്ക് ചിക്കൻ നന്നായിട്ട് ഇറക്കി വെച്ച് കൊടുത്ത് നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റ് കുക്കർ അടച്ച് വെച്ചതിന് ശേഷം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അതിന് ശേഷം ഒരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആ സമയത്ത് വിസിൽ വന്നിട്ടില്ലെങ്കിലൊന്നും പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ ചിക്കൻ വെന്തതിന് ശേഷം അതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് പാനിലിട്ടിട്ട് എല്ലാ സൈഡും ഒന്ന് തിരിച്ചും മറിച്ചും ഞാനൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ചിക്കനെ. ഫ്രൈ ചെയ്തതിന് ശേഷം അതിനെ ഞാൻ ഓയിലിൽ നിന്ന് മാറ്റിയിട്ട് ആ സെയിം ഓയിൽ യൂസ് ചെയ്ത് തന്നെ ഒരു ഗ്രേവി തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ആ സെയിം ഓയിലിലേക്ക് തന്നെ ഒരു 2 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ഒരു 2 പച്ചമുളക് നല്ല സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് പച്ചമുളക്, കാരണം നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തത്, അപ്പോൾ എരിവ് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മുളക് ആഡ് ചെയ്ത് കൊടുത്താൽ അത്യാവശ്യം നല്ല ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 1.5 സവാള, മീഡിയം സൈസുള്ള സവാള 1.5 ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലൈസായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂണും കൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് അതിനെ നല്ല രീതിയിൽ അതിൻ്റെ ഒന്ന് വാട്ടിയെടുക്കുക. ഒരു ഗോൾഡൻ കളർ വരുന്നവരെ വാട്ടിയെടുക്കുക. അതിലേക്കൊരു നല്ല പഴുത്ത തക്കാളിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്യാനുണ്ട്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും, പിന്നെ 1/2 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും, അതേപോലെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും. ഇത്രയും പൊടികളും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് അതിനെ മൂപ്പിച്ചെടുക്കുക. മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിനൊരു സൈഡിലേക്ക് മസാല നീക്കി വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനും ചേർത്തിട്ട് ഈ മസാല എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ സൈഡിലും മുകളിലും ഒക്കെ ആയിട്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കറിൽ ചിക്കനെ കുക്ക് ചെയ്ത സമയത്ത് നമുക്ക് ബാലൻസ് വന്ന കുറച്ച് വെള്ളം ഉണ്ടാവും, ചിക്കൻ കുക്ക് ചെയ്ത ആ വെള്ളം, അതിനെ ഇതിൻ്റെ മേലെ ഒന്ന് എല്ലാ പോർഷനിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്താണ്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതേപോലെ കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഗ്രേവി ഈ വെള്ളമൊക്കെ ഒന്ന് കുറുകി വരുന്നവരെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ചിക്കനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ആ വെള്ളം പൂർണ്ണമായിട്ടും വറ്റി വരുന്ന സമയം വരെ ചിക്കനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ ആ ഗ്രേവിയൊക്കെ വറ്റി കഴിയുമ്പോൾ നമ്മളെ അടിപൊളി കുക്കർ ചിക്കൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്.